കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു. നമ്മുടെ മാർപ്പാപ്പ ഗസയിൽ നടക്കുന്ന വംശഹത്യയെക്കുറിച്ച് ഗൗരവമായ അന്വേഷണം നടത്തണമെന്ന് അഭിപ്രായപ്പെടുകയും അതിൽ വലിയ നീരസം പ്രകടിപ്പിക്കുകയും അതിനോട് വിരുദ്ധ അഭിപ്രായം പറയുകയും ചെയ്ത വാർത്തയാണ്. ഞാൻ യഥാർത്ഥത്തിൽ നിഷ്പക്ഷരായ നല്ല മനസ്സുള്ള എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഓരോ മതത്തിൻ്റെയും മൂല്യങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾ നേരെ ആ മതത്തിൻ്റെ കോർ വാല്യൂവിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ കോർ ഗ്രന്ഥങ്ങളിലേക്ക് പോകണം. തെറ്റിദ്ധരിപ്പിക്കുന്നവരോ വിദ്വേഷികളോ പറയുന്ന വിൺവാക്കുകളും ആരുടെ കയ്യിൽ നിന്നെങ്കിലും കാശ് വാങ്ങിക്കൊണ്ട് ഈ സമൂഹത്തിൻ്റെ സ്നേഹവും പരസ്പര ബന്ധവും ഇല്ലാതാക്കാൻ ഉതകുന്ന തരത്തിലുള്ള വാക്കുകളിലേക്കും പ്രവൃത്തികളിലേക്കുമല്ല നോക്കേണ്ടത്. ഈ പ്രബോധനങ്ങളും അതുപോലെ തന്നെ നവോത്ഥാനവും എല്ലാം നടന്നപ്പോഴും ഇപ്പോഴും ഉള്ളതുപോലെയൊക്കെയുള്ള വൃത്തികെട്ടവന്മാർ അന്നും ഉണ്ടായിരുന്നു. അന്നുള്ളത് ആപേക്ഷികമായി ഇപ്പോൾ കൂടിയെന്നേ ഉള്ളൂ. അത് ജനസംഖ്യ പൊതുവിൽ വർദ്ധിച്ചപ്പോഴാണ്. പക്ഷേ അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയോ? ഈ വൃത്തികെട്ടവന്മാരുടെയും വിദ്വേഷികളുടെയും ശബ്ദത്തിനു മുകളിൽ നിശബ്ദത പാലിക്കുന്ന വിവേകികളുടെയും ബോധമുള്ളവരുടെയും മൗനമാണ് യഥാർത്ഥത്തിൽ ഗൗരവമായ വിഷയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടേക്ക് പോകണമെന്ന്. ഇവിടെ കുറച്ച് ക്രിസംഗികളും ഈ കേരളത്തിലെ മുസ്ലിം, ക്രൈസ്തവ, ഹിന്ദു വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവന്മാരുമായ വിദ്വേഷ ചുട്ടിപ്പൂശാന്മാർ എല്ലാ ജാതിയിലുമുണ്ട്. അവന്മാർ ചാടിക്കളിക്കുന്നത് കണ്ട് അല്ലെങ്കിൽ അവന്മാരെ ആസ്വദിക്കുന്നത് കണ്ട് അതിന് കുടപിടിക്കാനും കൂടെ തുള്ളാനുമല്ല നമ്മൾ നിൽക്കേണ്ടത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? മാർപ്പാപ്പയുടെ കോലം കത്തിക്കുമോ? മാർപ്പാപ്പ പറഞ്ഞ നിരീക്ഷണത്തെ ഈ ക്രൈസ്തവ സഭയുടെ മതമേലധ്യക്ഷനല്ല മാർപ്പാപ്പ എന്ന് പറയാൻ കഴിയുമോ? അതല്ല, പാലായിൽ കിടക്കുന്ന കാസാക്കൂസന്മാർക്ക് മാർപ്പാപ്പയുടെ അത്രയും മാർപ്പാപ്പയേക്കാൾ വിവരമുണ്ടെന്ന് പറയുമോ? അല്ലെങ്കിൽ ലോകപരിജ്ഞാനം ഉണ്ടെന്ന് പറയുമോ? അതൊന്നുമല്ല വ്യത്യാസം. ഇതിനെ നോക്കിക്കാണുന്നതാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് വിശുദ്ധ ഖുർആൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് പരിശോധിച്ചപ്പോൾ പ്രധാനമായും 100ഓളം പ്രബോധനങ്ങൾ അല്ലെങ്കിൽ 100ഓളം ഗൗരവമായ വിഷയങ്ങൾ ഈ സമൂഹത്തിലെ വിശ്വാസി സമൂഹത്തിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 4-ാം അധ്യായത്തിൽ 135-ാം വചനത്തിൽ പറയുന്നത് എത്ര പ്രതികൂലമായാലും സത്യമേ പറയാവൂ എന്നാണ്. 49-ാം അധ്യായത്തിൽ 12-ാം വചനമായി പറയുന്നത് പരദൂഷണം പറയരുതെന്നാണ്. 4-ാം അധ്യായത്തിൽ 54-ാം വചനമായി പറയുന്നത് അസൂയ അരുതെന്നാണ്. 49-ാം അധ്യായത്തിൽ 12-ാം വചനമായി പറയുന്നത് ചാരവൃത്തിയും ഒളിഞ്ഞു കേൾക്കലും അരുതെന്നാണ്. 2-ാം അധ്യായത്തിൽ 283-ാമത്തെ വചനമായി പറയുന്നത് കള്ളസാക്ഷി പറയരുതെന്നാണ്. 31-ാം അധ്യായത്തിൽ 19-ാം വാചകമായി പറയുന്നത് സംസാരിക്കുമ്പോൾ ശബ്ദം താഴ്ത്തണമെന്നാണ്, വിനയത്തോടെ സംസാരിക്കണം. ഇങ്ങനെ തുടങ്ങിയുള്ളവയാണ് അതിലുള്ള നിർദ്ദേശങ്ങൾ. പക്ഷേ പറയുന്നവനും പ്രചരിപ്പിക്കുന്നവനും സംസാരിക്കുന്നവനുമൊക്കെ ഇഷ്ടം വിദ്വേഷം സംസാരിക്കാനാണ്. കേൾക്കുന്ന നമ്മൾക്കും ചിലപ്പോൾ ആവേശം തോന്നുന്നത് അതിലായിരിക്കും. ഏതായാലും ഇതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ.